ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പോകുന്നത് കനകമല കുരിശുമൂടിലേക്കാണ്. ഇത് ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയുണ്ട്. ആ വഴി കൂടി വേണം നമുക്ക് പോകാൻ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും മല കയറാൻ തുടങ്ങുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള നിർണായകമായ ഒന്നാമത്തെ ഇടമാണിത്. അങ്ങനെ ഞങ്ങൾ മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതേപോലെയുള്ള ചെറിയ ഇടുങ്ങിയ വഴികളാണ്, പിന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും പിന്നെ പാറക്കല്ലുകളും നിറഞ്ഞ വഴികളാണ്. അങ്ങനെ മലമുകളിലെ രണ്ടാമത്തെ ഇടത്തെത്തി. രണ്ടാമത്തെ ഇടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മലമുകളിൽ നിന്ന് സൂര്യാസ്തമയം കാണാൻ പറ്റി. ഇതേപോലെയുള്ള 14 ഇടങ്ങൾ കഴിഞ്ഞ് വേണം നമുക്ക് മലമുകളിലുള്ള കുരിശുപള്ളിയിൽ എത്തിച്ചേരാൻ. വനഭൂമിയിൽപ്പെട്ട സ്ഥലത്താണ് ഈ തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് ഈ കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത്. 5ാമത്തെ ഇടത്തിൽ നിന്ന് 6ാമത്തെ ഇടത്തിലേക്ക് കയറാനായിട്ട് കുറച്ച് കഠിനമായ പാതകളാണ്. നിറയെ പാറക്കല്ലുകളും പിന്നെ ചെങ്കുത്തായ കയറ്റങ്ങളുമായിരുന്നു. ഇനി 14 ഇടങ്ങൾ കഴിയുന്നവരെ ഇതേപോലെയുള്ള പാതകളാണ് നമുക്ക് കാണാൻ കഴിയുക. മല കയറുമ്പോൾ ദാഹിച്ച് വലയാതിരിക്കാനായിട്ട് ഇവിടെ കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 8 ഇടങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു പാറക്കല്ലിൻ്റെ മേലെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ 14ാമത്തെ ഇടത്തെത്തി. ഹലോ ഗൈസ്, ഞങ്ങൾ മല കയറി ഇറങ്ങുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കണക്ക് വെച്ച്. അല്ല, നമ്മൾ വന്നപ്പോൾ ഈ പാറ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടത് ഈ പാറ ഉണ്ടായിരുന്നില്ല ചോദിച്ചാൽ നമ്മളിങ്ങനെ ചാടി കിടന്നില്ലല്ലോ. നീ ഇറങ്ങാദ്യം, ദേ കൂടും ഇറങ്ങ എന്നെ തോളത്ത് കഴിക്കോ. ഇനി സൈഡിൽ കൊടുക്കും. താഴെയൊന്നും പോയില്ലേ, അതല്ല മറ്റേ നിരങ്ങി പോവും താഴെ. നീ ഓടും. ഈ വഴി കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ ചാടില്ല, എനിക്ക് വയ്യ കയ്യും കാലോടിക്കാൻ. ഇത്ര ദൂരം വന്നിട്ട് എനിക്ക് ഈ വഴിയിൽ ഈ പാറക്കൂട്ടങ്ങളിൽ ഈ വഴി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എന്താ എങ്ങനെയുണ്ട് കൊച്ചേ? നിനക്ക് മലയാറ്റൂരാണോ കനകമലയാണോ ഇഷ്ടമായത്? എന്താ ഹൈറ്റ് കൂടുതലാണോ? പിന്നെന്താ നല്ല രസമുണ്ടോ? ആ പിന്നെയോ? 5ാമത്തെ സ്ഥലം ജാതി കുത്തനെയുള്ള വഴിയല്ലേ. നമ്മൾ വന്നേര് വെച്ചിട്ട് 5ാമത്തെ സ്ഥലമാണ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം. എന്നെ താഴെ ഇടന്നല്ലേ. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി 3ാമത്തെ സ്ഥലം എത്തി. ഇനി 2ാമത്തെ സ്ഥലമുണ്ട്, അവിടെ നിന്ന് പിന്നെ കുറച്ചുള്ളൂ. എന്നിട്ടാണ് ഡെയിലി മല കയറിയാൽ വണ്ണം കുറയില്ലേ? മണ്ണുള്ളവർക്കല്ലേ കൊച്ചു വേണമെങ്കിൽ വന്നിട്ട് എല്ലാ ദിവസവും വന്നിട്ട് കയറിക്കോ, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ താഴെത്താറായി.
അങ്ങനെ ഞങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി താഴെ ഇറങ്ങിയിരിക്കുകയാണ് ഗീസ്.